ചാലിശ്ശേരി ശ്രീ മുരമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുന്ന 29ാമത് മുഴുവൻ വിളക്കിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് കുട്ടൻ ആലിക്കര, സെക്രട്ടറി കെ ഭാസ്കരൻ, ട്രഷറർ ചന്ദ്രൻ അമത്യ, ജോയിന്റ് സെക്രട്ടറി എം അനീഷ്, വൈസ് ട്രഷറർ ഹരിദാസ് എന്നിവർ വെൽ ന്യൂസിനോട് പറഞ്ഞു. ഇത് 29ാമത്തെ അയ്യപ്പ വിളക്കാണ് ഇവിടെ ചാലിശ്ശേരി മുല്ലയപറമ്പ് ക്ഷേത്രത്തിലെ. ഞങ്ങളുടെ ഒരുക്കങ്ങൾ ഏതാനും 90% പൂർത്തിയായി. വിളക്ക് പന്തലിന്റെ പണി കഴിഞ്ഞ്, അന്നദാനത്തിന്റെ പണി കഴിഞ്ഞ്, ഇന്ന് വൈകിട്ട് പാട്ട് ഫാമിലിയുടെ ഒരു ഭക്തിഗാനമേള ഉണ്ടാവും. എല്ലാം പരിപാടികളും ഒരുക്കങ്ങളും 90% മീതെ കഴിഞ്ഞു കഴിഞ്ഞു. അത്രയും മാത്രം. അപ്പൊ അതെങ്ങനെയായാലും ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി വിളക്ക് കമ്മിറ്റി മാത്രമല്ല, ഈ നാട്ടുകാരുടെ സ്വാഗത സംഘം ഇവിടെ വിളിച്ചിരുന്നു 23-ാം തീയതി. അത് വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. ഒരുപാട് ആൾക്കാർ സ്വാഗത സംഘത്തിൽ പങ്കെടുത്തു. അവരെല്ലാവരും ഇതിന് സഹകരിക്കാമെന്നുള്ളതും എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യാനും തയ്യാറാണ്. അപ്പോൾ ഇത് നന്നായി നടത്തിപ്പോഴാകാൻ വേണ്ടി ഈ നാട്ടുകാരുടെ മുഴുവൻ സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം തന്നെ ഓരോ പോയിന്റുകളും ഞങ്ങളിവിടെ കമ്മിറ്റി കൂടിയിട്ട് അവിടെ തീരുമാനമെടുത്ത്, ഒരു ഇഷ്ടത്തിനൊന്നല്ല, 25ഓളം കമ്മിറ്റി മെമ്പേഴ്സ് ഇരുന്ന് ഇതിനെപ്പറ്റി ഓരോ പോയിന്റുകളും ചർച്ച ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടാണ് ഈ അയ്യപ്പൻ വിളക്ക് നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തിലെ വിളക്കാണെങ്കിൽ നമുക്ക് മണ്ണാർക്കാട് പോലെയുള്ള ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ഈ വിളക്ക് കാണാൻ വേണ്ടി ആൾക്കാർ വന്നിരുന്നു. കാരണം ഇപ്രാവശ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ, ഗിന്നസ് ബുക്കിലൊന്ന് കയറണം എന്നുള്ള അഭിപ്രായത്തിൽ ഞങ്ങൾക്കുണ്ട്. ഈ 1000ഓളം താലങ്ങളൊക്കെ ഉള്ള ഒരു അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുമെന്നുള്ള എനിക്ക് സംശയമാണ്. ഈ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് അതിന് കൂടെ ചെണ്ടമേളവും പെരിങ്ങോട് ഹൈസ്കൂൾ ടീമിന്റെ പഞ്ചവാദ്യം, ഫുൾ സെറ്റ് പഞ്ചവാദ്യമാണ്. 3 ഗജവീരന്മാരുടെ അകമ്പടിയോട് കൂട്ടാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്. ഈ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ക്ഷേത്രം മുതൽ മുല്ലയമ്പറമ്പ് ക്ഷേത്രം വരെ ദീപാലങ്കാരങ്ങൾ ഉണ്ടായിരിക്കും. താലം ചെരിഞ്ഞിട്ടുള്ളൂ. ഇതെന്ന് പറഞ്ഞിട്ട് 1000ഓളം ആയിപ്പത് എന്ന് പറഞ്ഞിട്ട് അവരൊരു 3 പേര് കൂടി നിന്നിട്ടാണ് ഈ താലം ചെരിയണത് തന്നെ. അങ്ങനെ അത്രയധികം താലങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ തൃശ്ശൂർ ജില്ല, മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല, 3 ജില്ലയുടെയും ഭാഗങ്ങളിൽ നിന്നായിട്ട് ജനങ്ങളുടെ ഒരു വൻ സാഗരം തന്നെയാവും ഇവിടെ ഉണ്ടാവാറുള്ളത്. നവംബർ 27-ന് വ്യാഴാഴ്ച രാത്രി 7-ന് ചൈതന്യ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാട്ട് ഫാമിലിയുടെ ഭക്തിഗാന സന്ധ്യയും വെള്ളിയാഴ്ച തൃശൂർ രാഗം ഓർക്കസ്ട്രയുടെ ഭക്തിഗാനമേളയും നടക്കും. 29 ശനിയാഴ്ച മുഴംവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് 10,000ഓളം ഭക്തജനങ്ങളുടെ അന്നദാനവും നടക്കും. വൈകിട്ട് 4:30-ന് പോലീസ് സ്റ്റേഷൻ പിൻവശമുള്ള കുവേശ്വര ശിവക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും ഉണ്ടാകും. 3ഓളം ഗജവീരന്മാരും പെരിങ്ങോട് പഞ്ചവാദ്യവും ചെണ്ടമേളവും അകമ്പടിയാകും. കുവേശ്വര ശിവക്ഷേത്രം മുതൽ അമ്പലം വരെ വൈദ്യുതി ദീപാലങ്കാരവും ഒരുക്കിയിട്ടുണ്ട്.